ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേദമൂർത്തികൾ ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ, അവിടുന്നും പരിമിത ധ്രുവങ്ങളായിരിക്കുന്ന ജീവാത്മാക്കളും നിത്യങ്ങളാണ്. അപരിമിത ധ്രുവത്തിൻ്റെ രൂപം ചിലപ്പോൾ വിശ്വരൂപമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഉപനിഷത്തുകൾ പോലെയുള്ള വേദഗ്രന്ഥങ്ങളിൽ പരിമിത ധ്രുവങ്ങളുടെ രൂപം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ജീവാത്മാവിൻ്റെ ആധ്യാത്മിക രൂപത്തിന് ഒരു രോമാഗ്രത്തിൻ്റെ 10,000-ൽ ഒരംശം മാത്രം വലിപ്പമാണ് ഉള്ളതെന്ന് അതിൽ പറയുന്നു. ഏറ്റവും വലുതിനേക്കാൾ വലുതും ഏറ്റവും ചെറുതിനേക്കാൾ ചെറുതുമാണ് ആത്മാവെന്നും പറയുന്നുണ്ട്. നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഏറ്റവും വലുതിനേക്കാൾ വലുതായ നിരപേക്ഷ ആത്മാവിനെയോ ഏറ്റവും ചെറുതിലും ചെറുതായിരിക്കുന്ന വ്യതിരക്താത്മാവിനെയോ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നതല്ല. പ്രാമാണിക ഗ്രന്ഥങ്ങളായിരിക്കുന്ന വേദങ്ങളിൽ നിന്നും വേണം വലുതിലും വലുതിനെയും ചെറുതിലും ചെറുതിനെയും മനസ്സിലാക്കാൻ. ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിന് പെരുവിരലിൻ്റെ വലിപ്പം ആണ് ഉള്ളതെന്ന് വേദങ്ങൾ പറയുന്നു. അപ്പോൾ ആ പെരുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു ഉറുമ്പിൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യാൻ കഴിയുക എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. ജീവാത്മാവിൻ്റെ ശരീരത്തിന് ആനുപാതികമായ സങ്കല്പിച്ചിട്ടുള്ളതാണ് ഈ പെരുവിരലിൻ്റെ അളവ് എന്നുത്തരം. അതിനാൽ പരമാത്മാവും വ്യതിരക്തവുമായിരിക്കുന്ന ജീവാത്മാവും ഒന്നു തന്നെയാണെന്ന് എല്ലാ പരിതസ്ഥിതിയിലും കണക്കാക്കിക്കൂടാ. രണ്ടും ഒരേ ജീവന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ പോലും ജീവാത്മാവിനെ നിയന്ത്രിക്കാനും അതിന് നിർദ്ദേശം നൽകാനും വേണ്ടിയിട്ടുള്ളതാണ് ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ്. രണ്ടും ധ്രുവം അഥവാ നിത്യം ആണെങ്കിലും ജീവാത്മാവ് എപ്പോഴും നിരപേക്ഷാത്മാവിൻ്റെ നിർദ്ദേശത്തിന് കീഴിലാണ്. ജീവാത്മാക്കളെല്ലാം ഭൗതിക പ്രകൃതിയിൽ നിന്നുണ്ടായതാകയാൽ അവയെല്ലാം തുല്യവും സ്വതന്ത്രവുമാണെന്ന് വാദിക്കാം. എന്നാൽ ഭൗതിക പ്രകൃതിയുടെ ഗർഭത്തിൽ ജീവാത്മാക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത് പരമപുരുഷനാണെന്നും അതിൻ്റെ ഫലമാണ് അവ പിന്നീട് പുറത്തു വരുന്നതും വേദങ്ങൾ പറയുന്നു. അതിനാൽ ജീവാത്മാക്കളുടെ ആവിർഭാവത്തിന് കാരണം ഭൗതിക പ്രകൃതി മാത്രമല്ല, സ്ത്രീക്ക് പിറക്കുന്ന ശിശുക്കളെ അവളുടെ മാത്രം സ്വതന്ത്ര പ്രയത്നം കൊണ്ട് ഉൽപ്പന്ന അല്ലാത്തതുപോലെ സ്ത്രീയിൽ ആദ്യം പുരുഷൻ ഗർഭോത്പാദനം നടത്തുന്നു, തുടർന്ന് ശിശു പിറക്കുന്നു. അങ്ങനെയിരിക്കെ സ്ത്രീ ഉൽപ്പാദിപ്പിക്കുന്ന ശിശു പുരുഷന്റെ അവിഭാജ്യ ഘടകമാണ്. അതുപോലെ ജീവാത്മാക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഭൗതിക പ്രകൃതിയാണെങ്കിലും അത് സ്വതന്ത്രമായിട്ടില്ല. പരമാത്മാവ് ഭൗതിക പ്രകൃതിയിൽ ഗർഭോത്പാദനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ജീവാത്മാക്കളുടെ സാന്നിധ്യമുണ്ടായത്. അതിനാൽ വ്യതിരക്തമായിരിക്കുന്ന ജീവാത്മാക്കൾ നിരപേക്ഷാത്മാവിൻ്റെ അവിഭാജ്യ ഘടകങ്ങളല്ലെന്ന് വാദം നിലനിൽക്കില്ല. ഉദാഹരണത്തിന് ശരീരത്തിൻ്റെ വിവിധ അവിഭാജ്യ ഘടകങ്ങൾ ശരീര സാകല്യത്തിന് തുല്യമായി കണക്കാക്കിക്കൂടാ. മറിച്ച് മൊത്തം ശരീരം വിവിധങ്ങളായ അവയവങ്ങളുടെ നിയന്താവാണ്. അതുപോലെ സാകല്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ സദാ ആശ്രിതവും അവിഭാജ്യ ഘടകങ്ങളുടെ പ്രഭവ കേന്ദ്രമായതിനാൽ നിയന്ത്രിതവുമാണ്. കൃഷ്ണന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ജീവാത്മാവും വ്യതിരക്താത്മാവും. ഒരേ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന സിദ്ധാന്തം സുബോധമുള്ളവരാരും അംഗീകരിക്കില്ല. ഗുണപരമായിട്ട് അവർ തുല്യരാണ്. പക്ഷേ പരിമാണത്തിൽ പരമാത്മാവ് എപ്പോഴും പരമമാണ്. വ്യതിരക്താത്മാവ് എപ്പോഴും പരമാത്മാവിന് വിധേയനുമാണ്. ഇതാണ് വേദങ്ങളുടെ നിഗമനം. ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് ജീവാത്മാക്കളായിട്ട് വിവിധ ശരീരങ്ങളോടുകൂടി വിവിധ രൂപത്തിലും നാമരൂപങ്ങളിലും ഒക്കെ വന്ന് പിറക്കുന്നത്. അത് മനുഷ്യനായിട്ടും അതോടൊപ്പം 84 ജീവജാലങ്ങളെയും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. ഇതിലൊക്കെ അവരവരുടെ ശരീരത്തിൻ്റെ
അനുസരിച്ച് തന്നെയുള്ള ഭാവത്തിലാണ് ജീവാത്മാക്കൾ അതാത് ശരീരങ്ങളിൽ കുടികൊള്ളുന്നത്. അതിൻ്റെ ഈശ്വരീയ ഗുണത്തിൻ്റെ, അതായത് പരമാത്മാവിൻ്റെ എല്ലാ ഗുണങ്ങളുടെയും 50% ഈ ജീവാത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ശരീരത്തിൽ കുടികൊള്ളുന്നത്. അതിൻ്റെ പ്രഭാവത്തിലാണ് അതിനെ എല്ലാ ശരീരങ്ങളെയും നിയന്ത്രിക്കുന്നത്. പരമാത്മാവ് പൂർണ്ണമായിട്ട് ബദ്ധമല്ലാത്ത, മായാബന്ധിതമല്ലാത്ത ഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അതിൻ്റെ അംശമാകുന്ന ജീവാത്മാവിനെ 50% ആണ് നിയന്ത്രിക്കുന്നത്. പകുതി ശക്തിയാണ് ഈശ്വരൻ നിയന്ത്രിക്കുന്നത്. ബാക്കി പകുതി അവരവരുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തിലൂടെ പ്രകൃതിയിൽ നിന്ന് പ്രകടമാകുന്ന സ്വഭാവത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം, അഥവാ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഈ ഒരു സത്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭൗതിക പ്രകൃതിയുടെ സ്വഭാവത്താലാണ് പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്നത്. ശരീരവും ഭൗതിക പ്രകൃതിയുടെ സ്വഭാവം പ്രകടമാണ്. അതിൽ പ്രകടമാകുന്ന സ്വഭാവവും പ്രത്യക്ഷമായിട്ടുള്ള അവരവരിൽ പ്രകടമാകുന്ന സ്വഭാവവും പ്രകൃതിയാൽ സമ്പന്നമായിരിക്കുന്നതാണ്. പക്ഷേ അവ്യക്തമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ജീവാത്മാവും ജീവാത്മാവിൻ്റെ 50% ഗുണങ്ങളും ഈശ്വരീയ ഗുണങ്ങളാണ്. പക്ഷെ അത് മറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഈ ജീവാത്മാവിനെ പോലും നമ്മുടെ ശരീരത്ത് കാണാൻ പറ്റാത്തതും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട്, അവ്യക്ത സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഈ ഈശ്വരീയ ഗുണങ്ങളെയും അവ്യക്ത സ്വരൂപത്തിൽ അറിയാൻ സാധിക്കാതിരിക്കുന്നതാണ് നമ്മൾ ഭൗതിക ശക്തിക്ക് അടിമയായി പോകാൻ കാരണം. അപ്പോൾ ഭക്തിമാർഗത്തിലൂടെ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈശ്വരനും ഈശ്വരൻ്റെ ഗുണങ്ങളെയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് 50% നിജപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഭാവത്താലാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ജീവിക്കുന്നത്. നമുക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കണമെങ്കിൽ പോലും ഈ ഈശ്വരൻ്റെ 50% നമ്മളിലുള്ള ഈശ്വരീയ ഗുണങ്ങൾ ഉപയോഗിക്കാതെ ഒരിക്കലും ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രമല്ല എന്ന് തന്നെ പറയാം. അപ്പം ആ കാര്യങ്ങൾ പോലും ഈശ്വര ഇച്ഛ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഈ 50% ഈശ്വരീയ ഗുണങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അത് വ്യക്തമല്ലാത്തത് കൊണ്ട് നമ്മളെ ഒന്ന് നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തോന്നാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞത. യഥാർത്ഥത്തിൽ ഈ അവ്യക്തമായിരിക്കുന്ന ഈശ്വരീയ ഗുണങ്ങളെയാണ് നമ്മൾ മുൻഗണനാക്രമത്തിൽ പ്രകടമാക്കേണ്ടത്. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്രദമാക്കേണ്ടത് ഈശ്വരീയ ഗുണങ്ങളാണ്. അപ്പോൾ മാത്രമേ ഭൗതിക കാര്യങ്ങളിൽ പോലും നമുക്ക് യഥാവിധി കർമ്മകുശലതയോടെ അനായാസമായിട്ട് ഇടപെടാനും അതനുസരിച്ചുള്ള അതിൻ്റെ ഫലങ്ങളെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. അവിദ്യാദി ദോഷങ്ങൾ വരാതെ നമുക്ക് ഭൗതിക കാര്യങ്ങൾ, കർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഭൗതികമായിട്ടുള്ള ജീവനം, ശരീരത്തെ പോലും സംരക്ഷിക്കൽ, ഇതൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ, പൂർണ്ണ തോതിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈ പരമാത്മാ സ്വരൂപത്തിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാവിനെ ജീവൻ മുക്തമാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിക്ക് അടിമയാക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ അനായാസന ജീവിതം നയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ ഭഗവാന്റെ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ടാണ് യുക്തിവാദിയും നിരീശ്വരവാദിയും ഭക്തിവാദിയും ഒക്കെ ജീവിക്കുന്നതെന്നർത്ഥം. യഥാർത്ഥ ബോധതലത്തിലല്ല അത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്താണോ മുൻഗണനാക്രമത്തിൽ, ഇല്ലെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉപയോഗപ്രദമാക്കേണ്ടത്. പക്ഷേ നമ്മൾ ഭൗതികതയ്ക്ക് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുമ്പോൾ ഇതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഭൗതിക ശക്തി നമ്മളിൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ബന്ധനത്തിലാകാണ് ജീവാത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നതെങ്കിലും അത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്, അതാണ് ഏറ്റവും വലിയ അജ്ഞത എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ പ്രത്യക്ഷത്തെ ജീവിതത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു വീട്ടിൽ കയറി ചെന്നാൽ നമ്മൾ ഈശ്വരന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് അവിടെ കയറി തെന്നുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ മനസ്സിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനെ ഇരുത്തിയിരിക്കുന്നതിനും സ്ഥാനത്തിലായിക്കോട്ടെ, അത് ഇരിക്കുന്ന ആ പരിസരമായിക്കോട്ടെ, അത് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അതിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകും.
അതിനെ സജ്ജമാക്കുന്നതിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം അതെടുത്തു നോക്കുകയും അത് തൂത്തു തുടച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അതേ പോലെയാണ് ഈശ്വരന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യക്ഷ രൂപത്തിൽ പോലും നമുക്ക് ഒരാളെ സമീപിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അർത്ഥം. അതാണ് തേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 50-50% മനുഷ്യജന്മം കിട്ടുമ്പോൾ ഈശ്വരശക്തിയും ഭൗതിക ശക്തിയും നമ്മളിൽ അധികാരം സ്ഥാപിച്ച് നമുക്ക് ജന്മം കിട്ടുന്ന ഇതാണ് തുലനാവസ്ഥ. ഇതിനെ പാപപുണ്യെന്നോ ഇല്ലെ നേച്ചറും കൾച്ചറെന്നോ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും വേണ്ടില്ല. ഈശ്വരൻ്റെ ശക്തി 50%, ഈശ്വരൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ജീവാത്മാവോടുകൂടി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടെന്നർത്ഥം. അത് ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് നഖി കച്ചിക്ഷണമവി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അതാണ് സർവപ്രകൃതി ജൈഗുണ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ അനുനിമിഷം ചിന്തിപ്പിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ന്യായമായിട്ടോ അന്യായമായിട്ടോ എന്ത് ചെയ്യണമെങ്കിലും അടിസ്ഥാന ഘടകം ഈ ജീവാത്മാവാണ്. അത് ചെറുതിൽ ചെറുതായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കുക. അത് വലുതിലും വലുതുമാണ്, ചെറുതിൽ ചെറുത്. വലുതും വലുതാകുമ്പോഴാണ് പരമാത്മ സ്വരൂപമാകുന്നത്, ചെറുതിൽ ചെറുതാകുമ്പോഴാണ് ജീവാത്മാവുമായിട്ട് മാറുക. അപ്പം അതിന് അണിമ ഗരിമ എന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ രോമാഗ്രം, ഇവിടെ പറയുന്നത് രോമാഗ്രം എടുത്തിട്ട് 10,000 കഷ്ണങ്ങളിൽ അംശമാണ് ജീവാത്മാവെന്ന്. ഞാൻ പറയുന്നു 1000 കഷ്ണങ്ങളുടെ ഒരു അംശമാണെന്ന് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല, വ്യക്തമാക്കിയെടുക്കാൻ സാധിക്കില്ല. അത്രമാത്രം സൂക്ഷ്മ അണു തുല്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവ് ഇരിക്കുന്നത് ജലത്തിൻ്റെ അംശത്തിലെ രസത്തിലാണ്. രസം നമുക്ക് കാണാൻ സാധിക്കുമോ? രസമാണ് നമ്മൾ സ്വാദറിയാൻ തന്നെ നാക്കിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനെ ട്രേസ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഓൾ ബോഡി CT സ്കാൻ നടത്തിയാൽ പോലും കാണാൻ സാധ്യമല്ല അതാണ്. അപ്പോൾ അത്ര അവ്യക്തമായിരിക്കുന്നത് കൊണ്ടാണ് അതിനെ മനസ്സിലാക്കാൻ കുറച്ച് വിഷമം. അതാണ് രഹസ്യം എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളും അതിലൊക്കെ വ്യക്തമായിരിക്കുന്ന വിഗ്രഹ രൂപങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച് ആരാധന വിവിധ വേദവൈദിക മാർഗത്തിലൂടെ അതിനെയൊക്കെ ആരാധനയും ഇല്ലേ ഭക്തിയുടെ ഭാവം കൊണ്ട് അതിനെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനെയൊക്കെ ശുശ്രൂഷിക്കുകയും ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ഈ ചെറുതിൽ ചെറുതായിരിക്കുന്ന ജീവാത്മാവിനെ വ്യക്തമായിട്ട് അതിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിന് ഒരു ഉപാധി മാത്രമാണ്. അതിനെ നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥ ബിംബം ചെറുതിൽ ചെറുതായിട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിബിംബമാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ. അത് വീട്ടിലായാലും ഒരു ക്ഷേത്രത്തിലായാലും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പോലും അതിൻ്റെ ഒരു ഉപാധി മാത്രമാണ്. യഥാർത്ഥത്തിൽ അവ്യക്ത സ്വരൂപത്തിലുള്ള ഭക്തിയാണ് ഉത്തമ ഭക്തി എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വ്യക്തതയിൽ നിന്ന് അവ്യക്തതയിലേക്ക് നമ്മൾ എത്തണം എന്നർത്ഥം. അവിടെയാണ് രഹസ്യം മനസ്സിലാകുന്നർത്ഥം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരാൾ അല്ലെ ജീവാത്മാവ് മാത്രം നിലനിന്നാലും കാര്യമില്ല, പരമാത്മാവ് മാത്രം കാര്യമുണ്ടായാലും കാര്യമില്ല. പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെടുന്ന സ്ത്രീ സ്വരൂപമായിട്ടാണ്, പ്രകൃതി സ്വരൂപിണിയായിട്ടാണ്, സ്ത്രീ സങ്കല്പത്തിലാണ് പ്രകൃതിയെ കാണുന്നെങ്കിൽ ആ പ്രകൃതിയാകുന്ന ശക്തിയിൽ നിക്ഷേപിക്കുന്ന ജീവാത്മാക്കളാണ് ശരീരപ്രാപ്തിയോടുകൂടി ജന്മമെടുത്തു വരുന്നത്. പരമാത്മാവിൻ്റെ അംശമാകുന്ന ജീവാത്മാവിനെ ശരീരമാകുന്ന വസ്തുവിൽ ഗർഭധാനം ചെയ്ത് അതാണ് യഥാർത്ഥത്തിൽ വിവിധ രൂപത്തിലും നാമത്തിലും സ്വഭാവത്തിലും ഒക്കെ ജീവാത്മാക്കളായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഗർഭാവസ്ഥയിൽ പോലും അങ്കുഷ്ടമാത്രമായി നിന്നുകൊണ്ട് ഈ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് ശരീരത്തെ പോലും രക്ഷിക്കുന്നത് എന്നർത്ഥം. അന്നമയമായ ശരീരത്തെ അനുനിമിഷം ജനനം മുതൽ മരണം വരെ സംരക്ഷിക്കുന്നത് ഈ ജീവാത്മാവാകുന്ന അവരവരുടെ ശരീരത്തിൻ്റെ യുക്തി അനുസരിച്ച് കൊണ്ട് തന്നെയാണ് അങ്കുഷ്ടമാത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അളവ് പോലും അളക്കുന്നത് അവരവരുടെ ശരീരത്തിലെ അങ്കുഷ്ടം കൊണ്ടാണ്. ഇല്ലെങ്കിൽ അങ്കുഷ്ടമാത്രം എന്ന് പറയുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ ശരീരത്തിനെ എങ്ങനെ, അതിലെ ഗർഭത്തിലിരിക്കുന്ന ഉറുമ്പിനെ എങ്ങനെ രക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അങ്കുഷ്ടമായിട്ടല്ല അവിടെ കാണാൻ. അവിടെ ഉറുമ്പിൻ്റെ അങ്കുഷ്ടം ആ വലിപ്പത്തിലാണ് ഭഗവാൻ അവിടെ. അപ്പം ഏതേത് ശരീരം എടുക്കുന്നോ അതാത് രൂപത്തിലും ഭാവത്തിലുമാണ് അതിനെയൊക്കെ രക്ഷിക്കുക എന്നർത്ഥം, താതാത്മ്യത്തോടു കൂടി തന്നെ. അപ്പോൾ അണുവിലും അണുവാകാനും ഗരിമയിൽ ഗരിമയാകാനും ഒക്കെ ഭഗവാൻ സാധിക്കും.
വലുതിൽ വലുതായിട്ട് പ്രകടമാകാനും ചെറുതിൽ ചെറുതായിട്ട് പ്രകടമാകാനും സാധിക്കും. അപ്പോൾ ഒരു ആനയിലുള്ള ജീവാത്മാവിനെ രക്ഷിക്കുന്നത് അതിനുതകുന്ന അങ്കുഷ്ടമാത്രം വലിപ്പം കൊണ്ടാണ് അതിൻ്റെ ഗർഭത്തിലുള്ള ആനയെയും രക്ഷിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ലോകം മുതൽ ഈ ഉറുമ്പ് വരെയുള്ള ജീവാത്മാക്കളെ സൃഷ്ടിക്കുന്നതും അതിനെ രക്ഷിക്കുന്നതും അതിനെ കാലത്തിനനുസരിച്ച് കൊണ്ട് ആ ശരീരം ത്യജിക്കാൻ അനുവദിക്കുന്നതും എല്ലാം ഭഗവാന്റെ ലീലയിൽപ്പെടുന്നതാണ്. അപ്പോൾ രഹസ്യങ്ങളിൽ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായിരിക്കുന്ന ആ ജീവാത്മാവിന് പരമാത്മാവിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്. അത് 50% നമുക്കിപ്പോൾ ജനിക്കുമ്പോൾ കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിനെ മായാബന്ധത്തിൽ നിന്ന് മുക്തമാക്കിയാൽ അത് പരമാത്മാവിൻ്റെ താതാത്മ്യം പ്രാപിക്കുകയും പൂർണ്ണമായിട്ട് ശുദ്ധമായിട്ട് ജീവാത്മാവ് എവിടെ നിന്ന് അംശമായിട്ട് വന്ന് ശരീരത്തിൽ പ്രവേശിച്ചുവോ ആ ജീവാത്മാവ് തിരിച്ച് പരമാത്മാവിലേക്ക് ലയിക്കാനും ഇടവരും. എന്ന് വരെ ഈ പ്രോസസ്സ് സാധ്യമല്ലാതെ വരുന്നു. അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലേക്ക് എത്തിക്കേണ്ടത് കർമ്മബന്ധനം ഇല്ലാതെയാക്കി കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ ജീവാത്മാവും പരമാത്മാവും 100% നമുക്ക് ഓരോ ശരീരത്തിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം കർമ്മബന്ധനം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ പ്രകൃതിയുടെ നിലനിൽപ്പിന് ഈ അവിദ്യാദി ദോഷങ്ങളാകുന്ന ഭൗതിക ശക്തികൾക്ക് കുറേയൊക്കെ അടിമയായിട്ട് ജീവിക്കുമ്പോൾ കർമ്മബന്ധനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലത്തിനനുസരിച്ചുകൊണ്ട് പ്രകൃതിയുടെ നിലനിൽപ്പ് സജ്ജമാക്കുന്നതിനാണ് ഇങ്ങനെ ഒരു ഭാവം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രഹസ്യത്തെ രഹസ്യമാക്കിക്കൊണ്ട് സ്വയം കാലത്തിൻ്റെ കൽപ്പാന്തകാലം കഴിയുമ്പോഴാണ് ഇതൊക്കെ എല്ലാത്തിലേക്കും ലയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണോ ഇതിൻ്റെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയി സായുജ്യമുക്തിയിലേക്ക് എത്താം. പിന്നീട് ഒരിക്കലും വീണ്ടും ഈ കൽപ്പാന്തകാലം മുഴുവൻ സൃഷ്ടി നടന്നാലും കൽപ്പാന്തകാലത്തിന് ശേഷം നടന്നാലും അങ്ങനെയുള്ള ജീവാത്മാക്കൾക്ക് ഒരിക്കലും ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.